വസതിയോട് യാതൊന്നും മിണ്ടാതെ റൂമിലേക്ക് കയറുവന്ന ആരോഹി വാതിൽ ചേർത്തടിച്ചുകൊണ്ട് നേരെ വാതിലിൽ ചാരി വെറും നിലത്തേക്ക് ഇരുന്നു പോയി. അവളുടെ നനഞ്ഞ വസ്ത്രത്തിൽ നിന്നും ഉതിർന്നു വീണ വെള്ളത്തുള്ളികൾ ആ തറയിൽ ആകമാനം പടർന്നൊഴുകി. അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല. പക്ഷേ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് താന്. ഇന്നിപ്പോ വീണ്ടും ഒരു പ്രണയാഭ്യർത്ഥന. ഓഫീസിൽ വെച്ചുണ്ടായ ആ സംഭാഷണം ഓർത്തെടുക്കാൻ ശ്രമിച്ചതും കഠിനമായി തലവേദനിക്കുന്ന പോലെ അവൾ മുഖം കുനിച്ചു പിടിച്ചു. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രംഗം ഓർത്തുപോയി ആരോഹി. പാവാടയും ബ്ലൗസുമൊക്കെ ഇട്ട് കുളപ്പടവിലെ വെള്ളത്തിൽ കാല് നനച്ച് മടിയിലിരുന്ന ബുക്കിൽ എന്തോ കാര്യമായി എഴുതിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു അർജുൻ അവളുടെ അടുത്തേക്ക് കടന്നു വന്നത്. അന്നത്തെ പൊടിമീശക്കാരനായ അർജുനോട് കൗതുകമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും മനസ്സിലെ കൗതുകം പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞതും അന്നായിരുന്നു. കുളപ്പടവിലേക്ക് കാല് നീട്ടിയിട്ടിരിക്കുന്ന അവളുടെ അരികിലേക്ക് അവൻ വന്നിരുന്നു. എന്ത് ചെയ്യുകയാണ് ആരോഹി? അർജുൻ മൃദുവായി ചോദിച്ചു. ഞാനിവിടെ വെറുതെ. അതും പറഞ്ഞുകൊണ്ടവൾ മടിയിലിരുന്ന ബുക്ക് സൈഡിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിച്ചു. എന്താ അത്? കവിതയാണോ? അർജുൻ ബുക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടാണ് ചോദിച്ചത്. മൗനമായി മൂളി ആരോഹി. അന്നും ആരോഹിക്ക് നല്ല മുടിയായിരുന്നു. മുട്ടൊപ്പമുള്ള നീളൻ മുടി ഇരുവശത്തേക്കും പിന്നിയിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവളെ കാണാൻ. അവൻ ബലമായി തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ ബുക്ക് മെല്ലെ വാങ്ങി. അവൾ എഴുതിയ വരികൾ ഉരുവിട്ടു. ആരോഹി കണ്ണുകളടച്ച് അവന്റെ ശബ്ദത്തിന് കാതോർത്തിരുന്നു. അവൻ പാടി നിർത്തിയിട്ടും മിഴികൾ തുറക്കാതിരുന്ന ആരോഹിയുടെ കൺപോളകൾക്ക് മുകളിലായി അർജുൻ മെല്ലെ ഊതി. ഒരു പകപ്പോടെ കണ്ണു തുറന്നുകൊണ്ട് അർജുനെ നോക്കിയവൾ. ദേ, അർജുനേട്ടൻ എന്തായി കാട്ടണത്? ഇതൊന്നും നല്ലതല്ലാട്ടോ. അതും പറഞ്ഞുകൊണ്ട് ധൃതിയിൽ അവൾ എഴുന്നേക്കാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ച് അവിടേക്ക് തന്നെ ഇരുത്തി. ഞാനൊരു കാര്യം പറയട്ടെ ആരോഹിയോട്? അർജുൻ ചോദിച്ചപ്പോ എന്താണെന്ന അർത്ഥത്തിൽ പുരുകൻ ചൊളിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് പെണ്ണ്. എനിക്ക് ആരോഗ്യം ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുന്നത് പോലെ അർജുൻ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാവാതെ ആരോഹി അവന്റെ മുഖത്തേക്ക് നോക്കി. ഇഷ്ടമെന്ന് പറഞ്ഞു? അറിയാതെ ആ ചോദ്യം അവളുടെ നാവിൻ തുമ്പിൽ നിന്ന് ഊർന്നു പോയി. ഇഷ്ടം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള അത്ര ഇഷ്ടം. അതിന് നമ്മൾ കുട്ടികളല്ലേ? അവൾ മനസ്സിൽ തോന്നിയതുപോലെ അവനോട് പറയുകയാണ്. പക്ഷേ നമ്മൾ വലുതാകൂല്ലോ, അപ്പോൾ വിവാഹം കഴിക്കാലോ. അതും പറഞ്ഞുകൊണ്ട് അർജുൻ തന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ പാവാടക്കാരി പെണ്ണിന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. ഞെട്ടലോടെ തല വെട്ടിച്ചുകൊണ്ടവൾ ആ പഴയ ഓർമ്മകളിൽ നിന്ന് മുക്തയായി. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പ്രണയം തനിക്ക് സമ്മാനിച്ചത് തീരാ നോവ്. അതേപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു പിടപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ പ്രണയം യാഥാർത്ഥ്യമായിരുന്നില്ലെന്ന് ഇപ്പോഴും മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മറ്റൊരു പ്രണയം കൂടി. ഇടയ്ക്കെപ്പോഴോ അക്ഷയോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ ലുക്കും അവൻ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയും. മൊത്തത്തിൽ അവനൊരു പവറുണ്ട് ഓഫീസിൽ. അതൊക്കെ കണ്ട് മാത്രം തോന്നിയതാണെന്ന്. പക്ഷെ അതൊരിക്കലും ഒരു പ്രണയമാകരുതേ എന്ന് ഇടയ്ക്കെങ്കിലും ആഗ്രഹിച്ചിരുന്നു. എന്തോ ഒരിക്കൽ ഒരുവനാൽ ചതിക്കപ്പെട്ടവളാണ്. ഇനി ഒരാണിനെയും വിശ്വസിക്കാൻ കഴിയാത്തത്ര അവളുടെ മനസ്സിന് മുറിവേറ്റു പോയിരുന്നു ആ 5 വർഷത്തെ പ്രണയം കൊണ്ട്. കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി ചിന്തയിൽ ആണ്ടിരുന്നു പോയി ആരോഹി. ഏറെ നേരം അവൾ ആ ഇരിപ്പിരുന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ കയ്യിൽ കിടന്ന വാച്ചിലേക്ക് സമയം നോക്കി. സമയം 6 മണിയോട് അടുത്തിരിക്കുന്നുവെന്ന് കണ്ടതും ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവൾ എണീറ്റു. എഴുന്നേറ്റ് മാത്രയിൽ അവളൊന്ന് വീഴാൻ പോയി. മറ്റൊന്നും കൊണ്ടല്ല, ഡ്രസ്സിൽ നിന്ന് ഊർന്നുപോയ വെള്ളമാണ് തറയിൽ മുഴുവനും. വസ്ത്രത്തിലെ നനവ് പതിയെ പറ്റിയെങ്കിലും നിലത്തവിടെ ഇവിടെയായി നനവുണ്ട്. അവൾ പതിയെ സൂക്ഷിച്ച് നടന്നിയെന്ന് ബാത്റൂമിന്റെ വാതിൽക്ക് കിടന്ന് ചവിട്ടിയെടുത്ത് വെള്ളം മുഴുവൻ തുടച്ചു. ശേഷം ബാത്റൂമിനകത്തേക്ക് കയറി നിന്നുകൊണ്ട് വസ്ത്രം മാറി. നനഞ്ഞ വസ്ത്രം ദേഹത്തുനിന്ന് നടന്നു മാറിയതും അവൾക്ക് വല്ലാണ്ട് തണുക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളത്തിൽ ഒരു കുളിയും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു ആരോഹി. ഒരയഞ്ഞ ബനിയൻ ടോപ്പും പലാസോ പാൻറ്റും ഇട്ട് പതിയെ താഴേക്ക് നടന്നു. അവൾക്ക് വെപ്രാളം തോന്നി. വസുദേനി എന്തെങ്കിലും കൂടുതലായി ചോദിക്കുമോ എന്നോർത്ത്. കാര്യം സാധാരണ ജോലി കഴിഞ്ഞു വന്നാൽ ഫ്രഷ് ആയിട്ട് താൻ നേരെ താഴേക്കിറങ്ങി ചെല്ലാറുള്ളതാണ്. എന്നാൽ ഇന്ന് തന്റെ സ്വാഭാവികമായ പെരുമാറ്റം വസുതയിലും ചില സംശയങ്ങൾ ഉണർത്തിയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പാണ്. ആരോഹി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ വസുധ അടുക്കള പടിയിലിരുന്ന്
കാര്യമായി ആലോചനയിലായിരുന്നു. അമ്മേ, ആരോഗ്യം എല്ലാം വിളിച്ചതും വസുധ അകത്തേക്ക് വന്നു. ഞാൻ കോഫി എടുക്കാം. അത്രയും പറഞ്ഞുകൊണ്ടവർ കോഫി എടുക്കാൻ പോയതും ആരോഗ്യം അവരെ പിന്നിൽ നിന്ന് പുണർന്നുകൊണ്ട് അവരുടെ ചുമലിലേക്ക് മുഖം ചേർത്തു. എന്തു പറ്റി? വസുധ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലമ്മേ. കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിനൊരു സമാധാനക്കേട് പോലെ, ആരോഗ്യ പറഞ്ഞു. വസുധ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ തന്നെ കാര്യം അറിയാതെ അവരെന്തു പറയാനാ? വസുധ അങ്ങനെയാണ്. കൂടുതലായിട്ടൊന്നും ചിക്കിച്ചികഞ്ഞ് ചോദിക്കാറില്ല. ആരോഹി പറയുന്നെങ്കിൽ പറയട്ടെ എന്നൊരു മട്ടാണ് അവർക്ക് പലപ്പോഴും. ഒരു തരത്തിൽ ആരോഹിക്ക് വസ്തുയുമായി നൽകിയൊരു സ്വാതന്ത്ര്യമാണത്. മറ്റുള്ള അമ്മമാരെ പോലെ അവർ ഒന്നിനും അവളോട് വാശി പിടിക്കാറില്ല. വസ്തുയുടെ കയ്യിൽ നിന്നും കോഫിയും വാങ്ങി ആരോഹി നേരെ ലിവിംഗ് റൂമിലേക്ക് പോയി. കോഫി സിപ്പ് ചെയ്തുകൊണ്ട് മെല്ലെ അവൾ ടി വിയിലെ ചാനലുകൾ ഓരോന്നും മാറ്റി മാറ്റി നോക്കി. ഒന്നും പിടിക്കാതെ ഒടുക്കം റിമോട്ട് ടേബിളിലേക്ക് വെച്ചുകൊണ്ടവൾ ചടഞ്ഞുകൂടി ആ സോഫയിലിരുന്നു. എന്താ ആരോഹി, എന്താ നിന്റെ പ്രശ്നം? വസുധ സൂക്ഷിച്ചവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, എനിക്ക് വല്ലാണ്ട് തലവേദനിക്കുന്നു. അതും പറഞ്ഞ് കുടിച്ചു തീർത്ത കോഫി മഗ് വസുധയുടെ കയ്യിലേക്ക് കൊടുത്ത് മുകളിലേക്ക് കയറാൻ തുടങ്ങിയ ആരോഹിയെ പിടിച്ച് അവിടെ നിർത്തിയത് വസുധയാണ്. ഇനി മേലില് ഇതുപോലെ തോന്നിയാസം കാണിച്ചേക്കരുത് കേട്ടോ. പറയുന്നതിനോടൊപ്പം തന്നെ ആരോഹിയുടെ കാതിലൊന്ന് മൃദുവായി കിഴുക്കി വിടാനും വസുധ മറന്നിരുന്നില്ല. മഴയും നനഞ്ഞു വന്നേക്കുന്നു. വല്ല അസുഖവും പിടിച്ചാൽ പിന്നെ എന്തു ചെയ്യും? ജോലിക്ക് പോകാൻ പോലും പറ്റില്ല, അറിയാമോ? വസുധ ജോലിയുടെ കാര്യം പറഞ്ഞതും ആരോഹിയിലൊരു വല്ലായ്മ. ഇനിയിപ്പോ ഇവിടെ നിന്ന് കറങ്ങാതെ കുറച്ചു നേരം പോയി കിടക്കാൻ നോക്ക്. ആഹാരം കഴിക്കാൻ നേരം ആവുമ്പോ ഞാൻ വന്ന് വിളിക്കാം. ചെല്ല്. അവരെ നോക്കി ഒന്ന് തലകുലുക്കിക്കൊണ്ട് ആരോഹി മുകളിലേക്ക് നടന്നു. അതേസമയം വാര്യത്തെ വീട്ടിൽ മുറുമുറുപ്പോടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ് സുധർമ്മ. കാര്യം മറ്റൊന്നുമല്ല. മാൻവി വൈകിട്ട് എപ്പോഴോ വന്നതാണ്. വന്ന് നേരെ പോയത് അർജുന്റെ റൂമിലേക്കും. രണ്ടാളും ഇതുവരെ മുറി തുറന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഗായത്രിയോട് ഒളിഞ്ഞും തെളിഞ്ഞും അവർ അതേപ്പറ്റി പറഞ്ഞെങ്കിലും ഗായത്രി അതൊന്നും കാര്യമാക്കാതെയാണ് നടക്കുന്നത്. ആവണിയാണെങ്കിൽ ഇനിയിപ്പോ എൻഗേജ്മെന്റിന്റെ തലേദിവസേ വീട്ടിലേക്ക് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. രണ്ടു മക്കളും ഒന്നിനൊന്നും മെച്ചം. സുധർമ്മ പെറുപെറുത്തുകൊണ്ട് കൃഷ്ണമേനോട് പറഞ്ഞു. അവരിരുവരും അല്പം പഴയ ആളുകളായതുകൊണ്ട് തന്നെ ഇതൊന്നും അത്ര പെട്ടെന്നങ്ങ് ദഹിക്കില്ല അവർക്ക് രണ്ടുപേർക്കും. പക്ഷേ വീട്ടിലുള്ള മറ്റംഗങ്ങളാരും പ്രത്യക്ഷത്തിൽ ഇതേപ്പറ്റിയൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളില് ചില അനിഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ആരും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നൊരു മട്ടിലാണ് നടപ്പ്. ആ സമയം മാൻവിയും അർജുനും ഒരു പുതപ്പിന് കീഴിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. സമയം വൈകിയതൊന്നും ഇരുവരും അറിഞ്ഞിട്ടില്ല. മുറിയിൽ ആകമാനം ഇരുട്ടാണ്. അവിടെ ഇവിടെയായി ചിതറിത്തെറിച്ച് കിടക്കുന്ന വസ്ത്രങ്ങൾ. ഇടയ്ക്ക് എപ്പോഴോ ഉണർന്ന അർജുനാണ് കൈയെത്തിച്ച് ഫോൺ നോക്കിയത്. സമയം ഒരുപാടായി എന്ന് കണ്ടതും അവൻ മാൻവിയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. പ്ലീസ് അഞ്ജു, ഒരു 5 മിനിറ്റ്സ് കൂടി. അവൾ ഉറക്കപ്പിച്ച് പറഞ്ഞതും അർജുൻ ചിരിയോടെ അവളുടെ ദേഹത്തു നിന്നും പുതപ്പ് മാറ്റി. പിന്നെ വീണ്ടും പതിയെ അവളിലേക്ക് അമർന്നു. അവരുടെ ചിരിയും കളിയും ശ്വാസനിശ്വാസങ്ങളും ആ മുറിയിൽ ആകമാനം നിറഞ്ഞു. ഒരു വേള വാതിലെ തട്ടി വിളിക്കാമെന്ന ഗായത്രി അകത്തുനിന്ന് ഉയർന്നു കേൾക്കുന്ന അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടതും നെറ്റി ചൊളിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. മുറിയിൽ പോയിരുന്നിട്ടും ഗായത്രിക്ക് സമാധാനം കിട്ടുന്നില്ല. പിന്നെ അവരിരുവരും ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവരാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ തൽക്കാലം ഉള്ളിലെ സമാധാനക്കേട് അവരങ്ങ് മാറ്റിവെച്ചു. മാൻവിയോട് എതിർത്തൊന്നും പറയുന്നത് ബുദ്ധിയല്ല. ഇട്ടുമൂടാൻ സ്വത്തുള്ളവളാണ് മാൻവി. മാത്രമല്ല അവളെയും അമ്മയും പിണക്കിയാൽ അതും അത്ര നല്ലതല്ല. ആവണി ഇനി ആ വീട്ടിലേക്കാണ് കയറി ചെല്ലേണ്ടത്. അതുകൊണ്ടത് ആവണിയെ മോശമായി ബാധിക്കും. തൽക്കാലം ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കാം, ഗായത്രി മനസ്സിലോർത്തു. കുറച്ചധികം സമയത്തിന് ശേഷമാണ് അർജുൻ മാൻവിയിൽ നിന്ന് അടർന്നു മാറിയത്. ശേഷം തളർച്ചയോടെ ഇരുവരും ബെഡിൽ കിടന്നു. പിന്നെ മാൻവി പതിയെ എഴുന്നേറ്റ് ഫോണെടുത്ത് സമയം നോക്കി. ഓ, 8 ആയോ? അവളതും ചോദിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ ഒന്നൊന്നായി എടുത്തു ധരിച്ച് മെല്ലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. ഒരു മഴ കഴിഞ്ഞതുകൊണ്ട് തന്നെ നേരത്തെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അവൾക്ക് പിന്നാലെ തന്നെ ഒരു ബോക്സർ മാത്രം ധരിച്ചുകൊണ്ട് അർജുനും അവിടേക്ക് വന്നു. അതേസമയം കിടന്നിട്ട് ഉറക്കം വരാതെ ആരോഹി ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതും
അപ്പോഴായിരുന്നു ബാൽക്കണിയിൽ നിൽക്കുന്ന ആരോഹിയെ മാൻവി കണ്ടിട്ടില്ലെങ്കിലും അർജുൻ കൃത്യമായി കണ്ടിരുന്നു. ആരോഹിയുടെ ശ്രദ്ധ മറ്റെവിടേക്കോ ആയിരുന്നതിനെ തന്നെ അവൾ അവരിരുവരെയും നോക്കിയിട്ടില്ല. പെട്ടെന്നായിരുന്നു അർജുൻ മറ്റൊന്നും ചിന്തിക്കാതെ മാൻവിയെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ അധരങ്ങളിലേക്ക് അമർത്തി ചുംബിച്ചത്. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുക്കി. അറിയാതെ എപ്പോഴോ ആരോഹിയുടെ നോട്ടം അർജുന്റെ ബാൽക്കണിയിലേക്ക് പാളി വീണതും അവളെ കണ്ടത് ഈ രംഗമാണ്. വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ആരോഹി. നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. ബാൽക്കണി ഡോർ വലിച്ചടച്ചു. അത് കണ്ടതും ഒരു ഉന്മാദത്തോടെ അർജുൻ പതിയെ മാൻവിയിൽ നിന്ന് അകന്നു മാറി. താനും മാൻവിയും ഒന്നിച്ചു നിൽക്കുമ്പോൾ ആരോഹിയിൽ അസ്വസ്ഥത പടരുന്നുണ്ട് എന്നറിഞ്ഞ അർജുന്റെ മുഖത്ത് വല്ലാത്തൊരുതരം ചിരി വിടർന്നു. ഇനി നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ള ആരോഹി. ഇനി നീ പലതും കാണും. എത്ര നാളെ നീ മുറിയടിച്ചിരിക്കും? അവൻ കുടിലതയോട് ചിന്തിച്ചു. അതേസമയം മുറിക്കകത്തേക്ക് കയറിയ ആരോഹി സ്വന്തം തലയ്ക്ക് തട്ടി അന്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കിയതിന് സത്യം പറഞ്ഞാല് അതൊന്നും അവളിൽ പ്രത്യേകിച്ച് യാതൊന്നും തന്നെ തോന്നിപ്പിച്ചില്ല. അർജുന്റെ യഥാർത്ഥ മുഖമെന്ന് എല്ലാവർക്കും മുമ്പിൽ വെച്ച് അഴിഞ്ഞു വീണപ്പോൾ തന്നെ അവൾ ഊഹിച്ചിരുന്നതാണ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ താൻ ഇതൊക്കെ കാണേണ്ടി വരുമെന്ന്. ഇപ്പോ മാൻവി മുൻപൊരിക്കല് മറ്റൊരു പെണ്ണുമായി മാളിൽ വെച്ച് കണ്ടതും ഇതുപോലൊരു രംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതൊരു നോർമൽ കാഴ്ചയായി വിട്ട് കളയുകയാണ് ചെയ്തത്. അജു, ഞാൻ പോവാം. ഇതിപ്പോ സമയം ഒരുപാട് ലേറ്റായി. മാൻവി അവന്റെ അരികിലേക്ക് ചേർന്ന് നിന്നു. ഇന്നിവിടെ കൂടുന്നോ? പോകാനായി തിരിഞ്ഞ മാൻവിയെ വീണ്ടും തന്റെ ദേഹത്തേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് അർജുൻ ചോദിച്ചു. അവൾ അവന്റെ അധരങ്ങളിലേക്ക് ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പതിയെ അവനിൽ നിന്ന് അടർന്നു മാറി. ഞാൻ വരും, പക്ഷെ ഇപ്പോഴല്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ റൂമിലേക്ക് നടന്നു. അവളുടെ ബാഗും എടുത്ത് അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു. താഴെ ചെല്ലുമ്പോൾ തന്നെ ലിവിംഗ് റൂമിൽ ഗായത്രി ഉണ്ട്. അനി, ഞാൻ പോയിട്ട് വരാം. അതും പറഞ്ഞ് ഗായത്രി ഒന്ന് ഹഗ് ചെയ്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും കൃഷ്ണമേനോന്റെ സുധർമ്മയുടെ മുഖം വീർത്തു. അവൾ ഉമ്മറപ്പടി കടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും രൂക്ഷമായി ഗായത്രി ഒന്ന് നോക്കിക്കൊണ്ട് സുധർമ്മ പിന്നിൽ നിന്ന് അവളെ വിളിച്ചു. ഡേ കൊച്ചേ, ഞങ്ങളൊക്കെ കുറിച്ച് പഴയ ആളുകളാ. ഇതൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല. അവർ മാൻവിക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. എന്ത് നടക്കത്തില്ലെന്ന് മാൻവി രൂക്ഷമായി ചോദിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു. ഗായത്രി പെട്ടെന്ന് എന്ന് മാൻവിയുടെ കയ്യിൽ പിടിച്ചു. മോളെ, അമ്മയൊക്കെ പഴയ ആളുകളല്ലേ. ഇങ്ങനെ എപ്പോഴും അർജുനെ കാണാൻ വരുന്നൊന്നും അവർക്ക് ഇഷ്ടാവില്ല. അതാണ് അമ്മ ഉദ്ദേശിച്ചത്. ഗായത്രി ആ വിഷയം വളരെ ലഘൂകരിച്ചുകൊണ്ട് പറഞ്ഞു. ദേ ഗായത്രി, ഇവിടെ കിടന്ന് ഉരുളാൻ നോക്കരുത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്കും മനസ്സിലായതല്ലേ? പ്രായമായ ഞങ്ങൾ രണ്ടുപേരുമുള്ള വീടാണിത്. ഇതുപോലെ അത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് സുധർമ്മ മുഖം ചൊളിച്ചകത്തേക്ക് കയറി. കൃഷ്ണമേനോൻ പിന്നെ യാതൊരു പ്രതികരണവുമില്ലാതെ അവിടെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇവരോടൊക്കെ ഇനി എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തില്. മോൾ പൊയ്ക്കോ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായില്ലേ. അജുവിനോട് കൊണ്ടുവിടാൻ പറയണോ ആന്റി? ഏയ് വേണ്ട ആന്റി, ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിക്കോളാം. അതും പറഞ്ഞുകൊണ്ട് മാൻവി കൃഷ്ണമേനോനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോർച്ചിലേക്ക് കിടന്ന് കാറുമെടുത്ത് പുറത്തേക്ക് പോയി. അവളുടെ കാറ് കോവിലകത്തിന്റെ മുറ്റം വിട്ടകുന്നതും ഗായത്രി അതീവ ദേഷ്യത്തോടെ കൃഷ്ണമേനോനെ നോക്കി. ഈ അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? ആ കുട്ടിയോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവരൊക്കെ പിള്ളാരാ. അവരൊക്കെ അവരുടെ പ്രൈവസിയുമായി ജീവിക്കുന്നവർ. അതുമല്ല, അമേരിക്കയിലൊക്കെ പഠിച്ചു വളർന്ന കുട്ടിയാണ്. അവളുടെ കൾച്ചർ ചിലപ്പോൾ ഇതായിരിക്കും. അതിന് നമ്മൾ ഇങ്ങനെയാണോ പറയേണ്ടത്? ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? എന്തായാലും ഇത് വളരെ മോശമായി പോയി അച്ഛാ. അത്രയും പറഞ്ഞ് ഗായത്രി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കൃഷ്ണമേനോൻ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. ഗായത്രി ഒന്നവിടെ നിന്നേ. കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ ഗായത്രി നിന്നെടുത്ത് നിന്ന് ഒരടി അനങ്ങാൻ കഴിയാതെ നിന്നു. കൃഷ്ണമേനോൻ കയ്യിലിരുന്ന ഊന്നുവടി ഊന്നി പതിയെ എഴുന്നേറ്റു. നോക്ക്, ഞങ്ങളൊക്കെ പ്രായമുള്ളവരാ. പിന്നെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ ജനിച്ചു വളർന്നത് ഈ കൾച്ചറിലുമാണ്. അതുകൊണ്ട് നീ കൾച്ചറിന്റെ മഹാത്മ്യം പഠിപ്പിക്കാൻ എൻ്റെ അടുത്തേക്ക് വരണ്ട. പിന്നെ മകന്റെ സ്വഭാവം നന്നായി അറിയാമല്ലോ നിനക്ക്, അല്ലേ? അതുകൊണ്ട് അധികം നിഗളിക്കരുത്. മകനോട് പറയ് കുറച്ചുകൂടി കാക്കാന്. അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അയാളും അകത്തേക്ക് കയറിപ്പോയി. വിളറി വെളുത്ത മുഖത്തോടെ ഗായത്രി അവിടെ തന്നെ നിന്നു. ഗായത്രി അതീവ ദേഷ്യത്തോടെ അർജുന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. അവർ ചെല്ലുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് ആരോഹിയുടെ റൂമിലേക്ക് ഉറ്റു നോക്കുകയാണ് അർജുൻ. ഒരു വേള ഗായത്രിയുടെ നോട്ടം അവിടേക്ക് നീണ്ടു. തുറന്നു കിടന്ന ജനൽ വഴി റൂമിൽ നിൽക്കുന്ന ആരോഹിയെ തന്നെയാണ് അർജുൻ നോക്കുന്നതെന്ന് ഗായത്രിക്ക് ഉറപ്പായി. അവർ ശക്തിയോടെ അർജുന്റെ ചുമലിലടച്ചു. പെട്ടെന്നുള്ളൊരു നീക്കമായതുകൊണ്ട് തന്നെ
അർജുനത് നന്നായി വേദനിച്ചു. അവൻ അമർഷത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പിന്നെ നിൽക്കുന്ന ഗായത്രിയാണ്. അമ്മയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ദേഹം നോവിക്കുന്ന പോലെ എന്നെ ഒന്നും ചെയ്യരുതെന്ന്. എന്താടാ നിന്റെ ഉദ്ദേശം? ഗായത്രി അർജുനെ നോക്കി രൂക്ഷമായി ചോദിച്ചതും ഒരു വഷളൻ ചിരിയോടെ അവന്റെ നോട്ടം വീണ്ടും ആരോഹിയുടെ റൂമിന്റെ നേർക്ക് നീണ്ടു. പറയട്ടെ എന്റെ ഉദ്ദേശം. ദാ ആ നിൽക്കുന്നവളെ കണ്ടോ? ഒരിക്കലെങ്കിലും അവളെ എനിക്ക് വേണം. അർജുൻ അവളിലേക്ക് തന്നെ നോട്ടം പതിപ്പിച്ചുകൊണ്ട് മുരളുന്നതുപോലെ പറഞ്ഞതും ഗായത്രി അറിയാതെ വാ പൊത്തി നിന്നുപോയി. എടാ, നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോടാ? നീ ആരോടാണ് പറയുന്നതെന്ന് ചിന്തയെങ്കിലും ഉണ്ടോ? അമ്മയോട് തന്നെയാ പറഞ്ഞത്. അതിനിപ്പോ എന്താ? അവൻ തീർത്തും സ്വാഭാവികമായി ഗായത്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അമ്മ ഇടയ്ക്ക് കയറി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവൾ ഉറപ്പായും എന്റെ ബെഡ്റൂമിൽ വന്നേനെ. അതിനുശേഷമായിരുന്നു അവളുടെ ഈ പിണക്കിപ്പോക്കെങ്കിൽ ഞാൻ അവളെ പിന്നീട് ഒരിക്കലും തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. ഇതിപ്പോ ഛേ! അർജുൻ മുഷ്ടി ചുരുട്ടി ബാൽക്കണിയിലെ റെയിലിങ്ങിൽ ഇടിച്ചു. അർജുന്റെ വാക്കുകൾ കേട്ട് ഗായത്രി വല്ലാത്തൊരവസ്ഥയിലാണ്. അതിന് നീ കണ്ട പെണ്ണുങ്ങളെപ്പോലെ ഒരുത്തിയല്ല ആരോഹി. അതൊന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അവർ അത്രയും പറഞ്ഞുകൊണ്ട് അവനോട് മറ്റൊന്നും പറയാതെ താഴേക്കിറങ്ങിപ്പോയി. അർജുനാണെങ്കിൽ അപ്പോഴും ആരോഹിയെ തന്നെ നോക്കി അതേപടി നിൽക്കുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ അകത്തേക്ക് കയറിപ്പോയി. പിറ്റേന്ന് ഉണർന്നപ്പോൾ ആരോഹിക്ക് വല്ലാത്ത തലവേദനയും ദേഹം വേദനയും ഒക്കെ ഉണ്ടായിരുന്നു. വല്ലാത്തൊരു ഉറക്കക്ഷീണത്തോടെ താഴേക്കിറങ്ങി വരുന്ന ആരോഹി കണ്ടതും വസുധ അല്പ സംശയത്തോടെ അവളെ നോക്കി. എന്തു പറ്റുമോളെ? എന്താ, നിനക്ക് വയ്യേ? ആകുലതയോടെ വസുധ ആരോഹിയുടെ അടുത്തേക്ക് വന്നു. ദേഹത്തൊക്കെ വല്ലാണ്ട് വേദന തോന്നമ്മേ. വസുധ അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കി. നേരത്തെ ചൂടുണ്ട് ആരോഹിക്ക്. ഇതിപ്പോ ചെറിയ ചൂടുണ്ടല്ലോ, പനിക്കാനായിരിക്കും, വസുധ പറഞ്ഞു. ഇതിപ്പോ ഈ മാസം എത്രാമത്തെ പനിയാണെന്ന് നിനക്കൊല്ല നിശ്ചയമുണ്ടോ? എന്നും മഴ നനയുക, എന്നിട്ട് വന്ന് പനി പിടിക്കുക. ഇങ്ങനെ പോയാലേ ഉള്ള ഗുളികയും മരുന്നും ഒക്കെ കൂടി കഴിച്ച് നീ ഒരു വഴിയാകും. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല, വസുധ ആരോഗ്യോട് പറഞ്ഞു. ഇത്രയും വയ്യാത്തതല്ലേ? ഇന്നിനി ഓഫീസിൽ പോകാൻ നിൽക്കണ്ട, നീ സിക്ക് ലീവ് വിളിച്ചു പറ. വസുധ പറഞ്ഞതോടെ അതിന് മറുപടിയായി മൂളിക്കൊണ്ട് ആരോഗ്യം മുകളിലേക്ക് പോയി. തുടരും.